സാധാരണ ഒരു കുട്ടി ജനിച്ചു, അവർ ഒരു 8 മാസം 9 മാസം കഴിയുമ്പോൾ പയ്യെ പയ്യെ പിച്ച വെച്ച് നടന്നു തുടങ്ങും. അവർ തന്നെ ഒരു ടെൻഡൻസി കാണിക്കും. പക്ഷേ ഈ നടക്കാനൊക്കെ സ്വന്തമായിട്ട് അവർ പ്രാപ്തരാകുന്നത് പോലെ, നമ്മളുടെ സപ്പോർട്ടോടുകൂടി അവർ പ്രാപ്തരാകുന്നത് പോലെ പല കുട്ടികളും സ്വന്തമായിട്ട് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമോ? അതല്ല നമ്മുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ? ചിഞ്ചു, നല്ലൊരു ചോദ്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കുവാണ്. അത് വാങ്ങിച്ച ഉടനെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മളതിൽ പ്രോഗ്രാം ചെയ്യണം, ഇൻപുട്ട് കൊടുക്കണം. അതുപോലെ തന്നെയാണ് സ്പീച്ച്. ബ്രെയിനിൽ നമുക്ക് സ്പീച്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇൻപുട്ട് കിട്ടണം. ഇൻപുട്ട് എങ്ങനെ കിട്ടും? നമ്മൾ കുട്ടികളുടെ കൂടെ സംസാരിക്കണം, പേരൻസ് സംസാരിക്കണം, കളിക്കണം, പാട്ടൊക്കെ പാടണം, ബുക്സ് വായിച്ച് കേൾപ്പിക്കണം. പിന്നെ ചില പേരൻസ് വിചാരിക്കണമെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീച്ച് വരുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ആക്ച്വലി നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. അപ്പോൾ ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടതെന്ന് പോലും ചില പേരൻസിന് അറിയില്ല. അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് സംസാരിക്കണം, വേർഡ്സ് സ്ട്രെസ് ചെയ്ത് പറയണം. അത് കഴിഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കണം, പീസ്ഫുള്ളായിട്ട്, ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ഷോർട്ട് അട്രൻസസ് യൂസ് ചെയ്യണം, പ്ലേഫുള്ളായിരിക്കണം, ബുക്സൊക്കെ വായിച്ച് കേൾപ്പിക്കണം. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്പീച്ച് ഡിലേ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് മാം പറഞ്ഞു തന്നത്. ഒരു സിസ്റ്റം വാങ്ങിച്ചു വെച്ചിട്ട് നമുക്ക് ഇൻപുട്സ് ഒന്നും ഇല്ലാതെ അത് അസംബിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് ഒരു എക്സാമ്പിളാണ്. ഓക്കെ മാം. മാം, ഇന്നത്തെ കുട്ടികൾ, ഈ ചെറിയ കുട്ടികൾ എല്ലാവരും തന്നെ അവർ കൂടുതൽ കാർട്ടൂൺ കാണുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ അവർ കാർട്ടൂണിലുള്ള ഡയലോഗ്സൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അവരതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പറയും, അതിലുള്ള ആൽഫബറ്റ്സ്, അതിലുള്ള ഡയലോഗ്സൊക്കെ. പക്ഷേ കുട്ടി ഒരിക്കലും കുട്ടിയുടെ പാരൻസിനോടോ അല്ലെങ്കിൽ കുട്ടിയുടെ സിബ്ലിങ്സിനോടോ ഒന്നും അവരുടെ ആവശ്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യില്ല, അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഇന്നത്തെ കുട്ടികൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളിലും അവർ ഇൻട്രാക്ഷൻ എക്സ്പോഷറും, അതായത് കുട്ടികളായിട്ട് പേരൻസ് സംസാരിക്കുന്നുണ്ടാവില്ല, കൂടുതൽ സ്ക്രീൻ ടൈമിലായിരിക്കും കുട്ടികൾ. അപ്പോൾ അതിന് കേട്ട ഡയലോഗ്സാണ് അവർ പറയുന്നത്. പിന്നെ നമുക്ക് വേറെ ഒരു ഗസ്റ്റ് ഔട്ട് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറയും. അതായത് ഈ കുട്ടികൾ ഫുൾ എൻറ്റയർ ഡയലോഗ്സ് അതേപോലെ കേട്ട് പഠിച്ച് അത് അവർ ആ സിറ്റുവേഷൻ വരുമ്പോൾ അതേപോലെ യൂസ് ചെയ്യും. സോ അതിന് നമ്മൾ ഗസ്റ്റ് ഔട്ട് അട്രൻസസ് എന്ന് പറയും. അതായത് എൻറ്റയർ സെൻറ്റൻസ്, അതിലുള്ള വാക്കുകളുടെ അർത്ഥം അവർക്കറിയില്ല, പക്ഷേ എൻറ്റയർ അട്രൻസ് അതുപോലെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ ആ അട്രൻസസ് വെച്ചിട്ട് തന്നെ നാരോ ഡൗൺ ചെയ്ത് ട്രൂ വേർഡ്സ് പഠിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെ അതുപോലെ ഇപ്പോൾ പല കുട്ടികളും ഇപ്പം നമ്മളൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വന്നു, അപ്പോൾ കുട്ടീനോട് പേര് ചോദിക്കുമ്പോൾ കുട്ടി മിണ്ടുന്നില്ല. അപ്പോൾ കുട്ടികളുടെ മാതാപിതാക്കന്മാർ പറയുന്നൊരു മറുപടി ഉണ്ട്, വീട്ടിൽ നന്നായിട്ട് സംസാരിക്കും, പക്ഷെ പുറത്തോട്ടിറങ്ങിയ കുട്ടി മിണ്ടുന്നില്ല. പല കുട്ടികളും വീട്ടിൽ സംസാരിക്കുന്നവരാണ്, എന്നാൽ അവരൊരു സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ അവരൊരു കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അവർ മറ്റുള്ള കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല, അവർ സംസാരിക്കുന്നില്ല, അവർ കളിക്കുന്നില്ല. ഇത്തരം കുട്ടികളും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ കൂടി വരികയാണ് ഈ കുഞ്ഞു കുട്ടികളുടെ ഇടയിൽ. അതിനെന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ? അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ആസ് എ പാരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സോ ഈ കുട്ടികളെ നമ്മൾ പറയുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറിനാണ്. അതായത് അവർക്ക് നല്ല ലാംഗ്വേജ് ഉണ്ട്, സംസാരിക്കുമ്പോൾ നല്ല സെൻറ്റൻസസ് ഉണ്ട്, നല്ല ആക്സെൻ്റ് ഉണ്ട്, പേരൻസായിട്ട് ആവശ്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യും, അതെല്ലാം ഉണ്ട്. പക്ഷേ സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല. അതായത് മറ്റു കുട്ടികളായിട്ട് ഒരുമിച്ച് കളിക്കാനോ അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാനോ അവരെന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ പേരൻസ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഗ്രൂപ്പ് പ്ലേ എൻകറേജ് ചെയ്യുക, വീട്ടിൽ ഗ്രൂപ്പായിട്ട് കളിക്കുക, റൂൾ ബേസ്ഡ് ഗെയിംസ് കളിക്കുക, അതുപോലെ തന്നെ മാക്സിമം സോഷ്യൽ എക്സ്പോഷർ കൊടുക്കാൻ ശ്രമിക്കുക. മാക്സിമം പല കോണ്ടെക്സ്റ്റ് എക്സ്പോഷർ കൊടുക്കുക. ഇപ്പോൾ പബ്ലിക് പ്ലേസസ്, എന്തെങ്കിലും ഫങ്ഷൻസോ ഫാമിലി ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ ബസ്സിൽ യാത്ര. ഇപ്പോഴത്തെ പിള്ളേർക്ക് ബസ് എന്താണെന്ന് പോലും അറിയത്തില്ല. വെറുതെ ഇപ്പോൾ നമ്മൾ കാറിൽ കയറി പോയി കഴിഞ്ഞാൽ സോഷ്യൽ എക്സ്പോഷർ ഒന്നും കിട്ടുന്നില്ല. ബസ് ആകുമ്പോൾ അവർ വെയിറ്റിംഗ് പഠിക്കും, ടേൺ ടേക്കിങ് കുറേ, അതുപോലെ തന്നെ ഗ്രൂപ്പ് പ്ലേയിൽ, ഇതൊക്കെയാണ് ഗ്രൂപ്പ് സ്കിൽസ്.